ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിപ്പോ റീസെന്റ് ന്യൂസിൽ കേൾക്കുന്നുണ്ട്, പലതരത്തിലായ ന്യൂസിനെ തന്നെ പല രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോ ചില കൂട്ടർ പറയുന്നുണ്ട് അത് പ്രശ്നമില്ല, ചില ആൾക്കാർ പറയുന്ന കേൾക്കാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പലതും നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ വളച്ചുകെട്ടില്ലാതെ ഞാൻ പറയാം, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് HMPV എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ചാണ്. നമ്മളിപ്പോൾ റീസെന്റ് കേൾക്കുന്നുണ്ട്, ന്യൂസ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ചൈനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അതിപ്പോ ബാംഗ്ലൂരിലൊരു കേസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു, പിന്നെ ഫേക്ക് ന്യൂസസും വരുന്നുണ്ട് അതിനപ്പുറമായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ എപ്പോഴും നിങ്ങളിങ്ങനെ ഓരോ ന്യൂസ് കാണുക, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ പാനിക് ആവാതിരിക്കുക. യാതൊരു കാരണവശാലും പാനിക് ആവേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമ്മൾക്ക് ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് ഈ HMPV എന്ന് പറയുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നു വീണ ഒരു അസുഖമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ HMPV എന്താണെന്ന് പറയാം. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് നമ്മൾ HMPVന്റെ ഒരു ഫുൾ ഫോം പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അപ്പർ പോർഷനും ലോവർ പോർഷനും ഒരുപോലെ തന്നെ എഫക്റ്റഡ് ആകാവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് HMPV എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധാ ജലദോഷപ്പനി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയൊക്കെ ആയിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സിംറ്റംസ് അതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. നമുക്കിപ്പോൾ സാധാരണ ഒരു കോൾഡ് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണോ ഏകദേശം ഏറെക്കുറെ അതേപോലത്തെ സിംറ്റംസ് തന്നെയാണ് നമുക്ക് ഇതിലും കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് എന്താണ്? ചുമ ഉണ്ടാവുക. മറ്റൊന്നാണ് റണ്ണി നോസ്, മൂക്ക് ഇങ്ങനെ ഒലിക്കുന്നതായിട്ട് വരിക. ചില ആൾക്കാർക്ക് വീസിങ് അനുഭവപ്പെട്ടേക്കാം, ഭയങ്കര ശ്വാസം മുട്ടൽ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വന്നേക്കാം. അത് ചിലപ്പോൾ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ കേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ശ്വാസ തടസ്സം അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കാം. മറ്റൊന്നാണ് സോർ ത്രോട്ട്. നമ്മൾക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു പനി അല്ലെങ്കിൽ ഒരു ജലദോഷം വരുന്ന സമയത്ത് നമുക്കൊരു തൊണ്ട അരിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സോർനെസ് പോലെ, ഒരു ചെറിയ വേദന പോലെ അല്ലെങ്കിൽ അരിക്കുന്ന പോലെയൊക്കെ തോന്നാം, അതുണ്ടാവാം. പിന്നെ പനി, നമ്മളെല്ലായ്പ്പോഴും ജലദോഷം പിന്നീട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പനിയായിട്ട് മാറിയേക്കാം. ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി സിംറ്റംസ് എന്ന് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ട്രാൻസ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡ്രോപ്ലെറ്റ്സ് കൂടെയാണ് ഈ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ സ്പ്രെഡ് വരുന്നത്. നമ്മളിപ്പോൾ നോർമലി എല്ലാ കേസിലും പറയുന്നത് പോലെ തന്നെ ഇതെങ്ങനെയാ കോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഡ്രോപ്ലെറ്റ് വഴി. അതായത് ഒരാൾ പബ്ലിക്കായിട്ട് തുമ്മുക അല്ലെങ്കിൽ ചുമക്കുക എന്നൊക്കെ വരുമ്പോൾ അവരുടെ വായ കൂടെ ഒക്കെ നമുക്ക് ഡ്രോപ്ലെറ്റ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നു, അത് നമ്മൾ ശ്വസിക്കുന്നു, അങ്ങനെ നമുക്കിത് സ്പ്രെഡ് വരുന്നു. പിന്നെ പറയുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ടൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുത്തും. നമ്മളിപ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തൊട്ട് അതേ കൈ വെച്ച് നമ്മൾ മൂക്കിൽ തൊടുന്നുണ്ടാവും, വായിൽ ഭക്ഷണം വയ്ക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്കിത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കണ്ണിൽ തിരുമുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. മൂക്ക് വായ എന്നുള്ളത് മാത്രമല്ല, കണ്ണും മൂക്കും ഒക്കെ ലിങ്ക്ഡാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ തൊടുന്നതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു HMPV എന്ന് പറയുന്നതിനെ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ളത്. അപ്പൊ അതിന് ഇന്ന മരുന്ന് എന്നുള്ളതല്ല, ഇതിന് നമുക്ക് എങ്ങനെ വരാതിരിക്കാനായിട്ട് നോക്കാൻ പറ്റും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ധൈര്യമായിട്ട് നിൽക്കുക, പാനിക് ആവാതിരിക്കുക. ഒരു ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക, ഏതെങ്കിലും പേഴ്സണലി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ നമ്മൾ സീക്ക് ചെയ്യുക, ഹെൽപ്പ് കൺസൾട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ. ഇനി അതല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇത് ഡയഗ്നോസ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇന്ന സിംറ്റംസ് ആണല്ലോ, ഇപ്പൊ ഇതും ഉണ്ട്, ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ HMPV സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതായിരിക്കാം എന്നൊന്നും ഒരിക്കലും ഡയഗ്നോസ് ചെയ്യാൻ നിൽക്കാതെ എന്താണെന്നുള്ളത് ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് മാത്രം ഡയഗ്നോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഹെൽപ്പോട് കൂടെ മാത്രം ഡയഗ്നോസ് ചെയ്യാനായിട്ട് നിൽക്കാം. അപ്പൊ നമ്മൾക്കിത് എങ്ങനെ പ്രതിരോധിക്കാം? ട്രീറ്റ്മെന്റ് എന്നുള്ളത് വേറൊരു സൈഡ്. അത് വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് നമ്മളിപ്പോ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ വാഷ് ചെയ്യുക, സോപ്പ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ നമ്മളെപ്പോഴും ഒരു ഹൈജീനിക് ആയിട്ട് നിൽക്കുക. പിന്നെ അസുഖക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ഒരു ക്ലോസ് കോണ്ടാക്ട് ഇല്ലാതെ അവോയ്ഡ് ചെയ്യലല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, എപ്പോഴും അവരുടെ അടുത്ത് ചെല്ലാതിരിക്കുക. പിന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചുമക്കുകയോ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യരുത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും വേണം. എങ്കിലേ നമ്മൾക്ക് അസുഖങ്ങൾ വരാതിരിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ തന്നെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുള്ളൂ. അപ്പം ചുമയോ അല്ലെങ്കിൽ തുമ്മലോ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട്, കൈ എന്നല്ല, കൈ കൊണ്ടായാലും നിങ്ങൾ പിന്നീട് ഏതെങ്കിലും ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ അതേ കൈ വെച്ചിട്ട് തൊട്ട് കഴിഞ്ഞാലും പ്രശ്നമാവും. അപ്പൊ അതല്ലാതെ വല്ല കർച്ചീഫോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ മറക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത്
എപ്പോഴും മറച്ചുകൊണ്ട് തന്നെ തുമ്മാനും ചുമക്കാനായിട്ട് ശ്രമിക്കുക. പബ്ലിക്കായിട്ട് നോക്കി നിന്നും ഒരു കവറിങ്ങും ഇല്ലാതെ ചുമക്കുക, തുമ്മുക, ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ സ്പിറ്റ് ചെയ്യുന്ന ശീലങ്ങളുണ്ട്, ചില ആൾക്കാർക്ക് തുപ്പിയിടുക, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് നമ്മൾ നന്നായിട്ട് ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ അത് പോരാതെ ട്രീറ്റ്മെന്റ് സൈഡ് വേറെ തന്നെ റെസ്റ്റും പ്രോപ്പറായിട്ട് എടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പലർക്കും HMPV എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള പാനിക് ആവേണ്ട ആവശ്യമില്ല, ഇത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതല്ലാതെ ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നുണ്ട്, അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിയില്ല, ചൈനയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ പാനിക് ആവാതിരിക്കുക. പലതരത്തിലുള്ള ന്യൂസുകളാണ്, നമുക്ക് ചിലപ്പോൾ ടെൻഷൻ ആയേക്കാം. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാസ്ക് യൂസ് ചെയ്യാം, അതും കുറച്ച് നല്ലതാണല്ലോ. നമുക്കിപ്പോൾ യൂസ്ഡ് ആണ് ആക്ച്വലി. കൊറോണയ്ക്ക് ശേഷം നമ്മളെല്ലാവരും മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ശീലമായി വന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അത് വിഷയമാക്കണ്ട, നന്നായിട്ട് മാസ്ക് ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം മെയിനായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതൽ ഇൻഫെക്റ്റഡ് ആവുന്നത് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയുന്ന ആൾക്കാരിലാണ്. അപ്പോൾ എന്തെങ്കിലും അണ്ടർലൈങ് അസുഖങ്ങളുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, വിറ്റമിൻ C അടങ്ങിയിട്ടുള്ളതും വിറ്റമിൻ A അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ധാരാളമായിട്ട്. ഇതൊക്കെ ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.